ബെസ്റ്റ്. എടി ഇങ്ങനെ 7 നേരം ഫോൺ നോക്കിയിരിക്കാൻ നിനക്ക് കൊല്ലം പഠിച്ചുകൂടെ പിങ്കി? ഏത് നേരം ഈ ഡയലോഗ് പറയാം? അപ്പച്ചിക്ക് വേറെ പണിയില്ലേ? നിന്റെ അങ്കിളെ കണ്ട? നിന്റെ അങ്കിളെ കണ്ടോന്ന്? അങ്കിൾ അങ്കിളിനെ അറിഞ്ഞൂടെ? എന്റെ ഭർത്താവ് മിസ്റ്റർ റാം. ഒന്ന് പോ അപ്പച്ചി. അങ്കിളിനെ ഞാൻ ഇന്ന് കണ്ടിട്ടേ ഇല്ല. അത് പറയാനാണ് ഇത്രയും സമയം എടുത്തത്. അല്ല, സാധാരണ ഈ ഉറക്കപ്പിച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേര പേരെ നടക്കണ കാണാം, പക്ഷെ ഇന്ന് ഞാൻ കണ്ടില്ല. അതാണ് സാധാരണ, അതല്ലേ പതിവ്. പക്ഷെ ഇന്ന് അസാധാരണമായിട്ട് അങ്ങനെ കുളിച്ചൊരുങ്ങി നിൽക്കണ ഞാൻ കണ്ടു രാവിലെ. അത്ഭുതം. പക്ഷെ പിന്നെ എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് വല്ല കൂട്ടുകാരെ കാണാൻ പോയതായിരിക്കും. പിന്നെ കൂട്ടുകാരെ കാണാൻ പോവാൻ രാവിലെ കുളിച്ചൊരുങ്ങി പോണെന്നിട്ട് പിങ്കി? അങ്ങനെ പൊക്കൂടെ? അങ്ങനെ പോവോ? വർക്ക്ഷോപ്പിൽ നോക്കിയാ? ഇല്ല. എന്നാ പോയി നോക്ക്. അവിടെ കാണുമോ? കാണും. അപ്പച്ചി അപ്പച്ചി ചായയാണ്. ഓ, നിനക്കെന്തിന്? കുടിക്കാൻ. എടി ഞാൻ നിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നീ അതിന് ഉത്തരം പറഞ്ഞാ? ഇല്ല. പിന്നെ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് ഈ ചായ തരണോ? എന്തെന്നാ അപ്പച്ചി ഇത് കോടീശ്വര പരിപാടിയാ? അപ്പച്ചി ചായ അപ്പച്ചി ചായ തരാം അപ്പച്ചി, എനിക്ക് വിശക്കണം അപ്പച്ചി. ചായ. ഓ കരയാതെ കുടി കുടി. താങ്ക്സ്. ശരി. हरि ओम. ഹരി ഓം മോളെ. എന്താടി? എവിടെ പോയിട്ട് വരണ? അല്ല ഞാനാ. ഇങ്ങനെ അന്തം വിട്ട് നോക്കണെന്തിന്? ഈ കോലത്തില് എടി, ഗുരു ഗോവിന്ദ് ദോ ഖടെ കാക്കെ ലാഖോ പായ് ബലിഹാരി ഗുരു ആപ്നെ ജോ ഗോവിന്ദ് ദിയോ ബത്തായി എന്നല്ലേ? അതുകൊണ്ട് ഞാൻ എന്റെ ഗുരുവിനെ ഒന്ന് കാണാൻ പോയി, അത്രേ ഉള്ളൂ. ആ എന്തോ ചായ കുടിയോ? അതെ. നീ സ്വന്തമായിട്ട് കുടിക്കാതെ എന്തെങ്കിലും ഭൂമിയിൽ ചെയ്, സഹജീവികളെയും കൂടെ സഹായിക്കണ്ടേ? എണീച്ചു പോ, ചെല്ല്. ജീവി എല്ലാ ജീവജാലങ്ങളെയും കോമൺ ആയിട്ട് പറയുന്നേ ഉള്ളൂ. ചെല്ല്. എന്ത് പറ്റങ്ങള്? എന്ത് പറ്റാ? എന്ത് മോളെ നിനക്ക്? നീ ചെല്ല്. അപ്പച്ചി രാധേ കൃഷ്ണ. ദേവി മൂകാംബികെ. കുളിച്ചായിരുന്ന? ഇല്ലേ? എന്ത് ചെയ്യില്ല? ഫാൻസി ഡ്രസ്സിന് പോണ ഈ വർണ്ണശബളമായ ഡ്രസ്സുകളൊക്കെ ഒന്ന് വിട്ടിട്ട് സിമ്പിളായിട്ട് ഡ്രസ് ചെയ്യാന്ന് വിചാരിച്ചു. എന്ത് പറ്റും? സിമ്പിളായിട്ട് ഡ്രസ് ചെയ്യാം. തലക്കെട്ടും മാലയും. ഭക്തിക്ക് അതേ യോജിക്കൂ. ഭക്തിക്ക് ചേട്ടൻ രാമനല്ലേ? ചേട്ടൻ രാമനല്ലേ? ഞാൻ രാമൻ തന്നെ. ഇനി കുറച്ചുനാൾ ഇവിടെ പൂജയും ഭക്തിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓ, എല്ലാരും സഹകരിക്കണം. ചേട്ടൻ സീരിയസ് ആണ്? അല്ല, ഞാൻ ഒരു തമാശ പറഞ്ഞോണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയല്ലേ? തമാശ എനിക്ക് തോന്നി, അതല്ലേ ഞാൻ ചോദിച്ചത്. ദയവ് ഇത് കുളിക്കാത്തവരൊക്കെ ഒന്ന് വെളിയിൽ ഇറങ്ങി തന്നെ വലിയ ഉപകാരമായിരുന്നു. അപ്പൊ എനിക്ക് ഇറങ്ങിപ്പോ. നിന്നെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. പറഞ്ഞുവിട്. നീ പോ. അടുത്ത് വന്നപ്പോഴൊരു ചൂട്, അതാണ്. എനിക്ക് ഞാൻ നിനക്ക് വരാം. നീ കുളിച്ചാണല്ലോ അല്ലേ? എന്താണ് ശരിക്കും സംഭവം? ശരിക്കും സംഭവം പ്രാർത്ഥന, ഭക്തി. ഭക്തിയാ? ഷടാ മാറി. എടി ടേസ്റ്റ് നോക്കൂ. ചൂടാണ്. ഊതിട്ട് സൂപ്പർ. ശരിക്കും ഇത് ഞാൻ യൂട്യൂബിൽ കണ്ട പുതിയ റെസിപ്പിയാണ്. എങ്ങനെയുണ്ട്? കിട്ടില്ല അപ്പച്ചി. ഇതും യൂട്യൂബ് സ്പെഷ്യലാണ്. ഫിഷ് ഫ്രൈ. അയ്യോ, ഫിഷ് ഫ്രൈ. ഇതും യൂട്യൂബ് സ്പെഷ്യലാണ്.
നല്ല മണം അല്ലേ? യെസ്. ഷേ അപ്പച്ചി, അപ്പച്ചി ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കിയത് മീൻകറി കൊള്ളാല്ലേ? വെറൈറ്റി ആയിരിക്കണം എപ്പോഴും, വെറൈറ്റി. ഫിഷ് ഫ്രൈയും കൊള്ളാം, സൂപ്പറും. മീൻകറിയൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പച്ചി. അത് നിവർത്ത് പോലെ പറയണ. ഷേ അതല്ല, നമ്മൾ ഇനി എന്ത് ചെയ്യും? എന്ത് പറ്റിയടി? രാമങ്ങളുടെ കാര്യം. അങ്ങേറെ കാര്യം അതെന്തോന്ന് എനിക്ക് മനസ്സിലാവണല്ലേ. മനസ്സിലായ ഞാൻ നിന്റെ അടുത്ത് പറയൂലേ. ദൈവമേ, ഇനി അപ്പച്ചിയെ വല്ല പുസ്തകം വല്ലതും വായിച്ചിട്ടായിരിക്കും. അങ്ങേർക്ക് വായനാശീലം ഇല്ലല്ലോ തന്നെ. അത് ശരിയാണ്. ആ സിനിമ കണ്ടിട്ടായിരിക്കും. അങ്ങനെ കാണുന്ന സിനിമയിൽ നിന്നും അങ്ങനെ ഒരു ക്യാരക്ടർ വരാൻ വഴിയില്ല പിങ്കി. അതുമല്ലേ, പിന്നെ എന്തോന്ന്? ഇത് തന്നെ, അത് തന്നെ, മറ്റേ മറ്റേ ഇത് ഉൾവിളി. ഉൾവിളിയാ? ഈ ദൈവവിളി എന്നൊക്കെ പറയില്ലേ, ആ സാധനമായിരിക്കും. പിന്നെ ദൈവവിളിയൊക്കെ അങ്ങേർക്ക് ഉണ്ടായെങ്കിൽ എന്റെ ജീവിതം തന്നെ നന്നായി പോയാന്. അല്ലെങ്കിൽ ഈ സാത്താന്മാർക്കൊന്നും ദൈവവിളി വരൂല. ഇല്ല ഇല്ല. എന്നാൽ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. എന്റെ പൊന്നെ ചേട്ടാ, ഇത് എന്തൊന്ന് കോലം ഇത്. ഒരു കള കേട്ട അങ്ങോട്ട് എന്നിട്ട് നോർമലായിട്ട് നടക്കും. എന്താണ് ഇതിനൊരു പ്രശ്നം? ഇതിന് പ്രശ്നം മാത്രല്ലേ ഉള്ളൂ. എന്തിനാണ് ഇപ്പൊ ഈ ഫാൻസി ഡ്രസ് പോലെ നടക്കണ? എല്ലാം ഒരു ഡ്രസ്സല്ലേ? എല്ലാം ഒരു ഡ്രസ്സല്ലേ? എല്ലാം ഓരോ വേഷങ്ങൾ. അതേതായ സമയത്ത് നമ്മൾ ഉപയോഗിക്കണം. ഞാനിപ്പോ വന്ന അതിനല്ല. എനിക്കിനി ഉച്ച ആഹാരം വേണ്ട. ബലഭൂഷാദികളോ ഉണ്ടെങ്കിൽ കൽക്കണ്ടമോ എടുത്തു. എന്തോന്ന്? അതായത് ഈ പഴങ്ങൾ, കൽക്കണ്ടം, അവൽ, പൊരി, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇതൊന്നും ഞങ്ങൾ ഇവിടെ വിളയിപ്പിച്ചെടുക്കുന്നില്ല. കടയിൽ പോയി മേടിച്ചിട്ട് വന്നാൽ മതിയോ? ഇതെന്താണ്? ഇത് മീൻകറി. മനുഷ്യ ശരീരത്തിന് ഈ മാംസത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാര് പറഞ്ഞു? എന്നങ്ങനെ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരു ജീവിയെ കൊന്നാൽ അതിനൊരു വികാരമുണ്ട്. ആ വികാരം അത് മരിക്കുമ്പോൾ കാണും. അത് മനുഷ്യൻ കഴിച്ചാൽ മനുഷ്യന്റെ ശരീരത്തിലേക്ക് അത് പ്രാപിക്കും. അതുകൊണ്ട് ഇതൊന്നും വേണ്ട. അയ്യോ അങ്കളെ, ഞങ്ങളുടെ യൂട്യൂബ് സ്പെഷ്യൽ അങ്കിൾ. അങ്കിളെ, അയ്യോ നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ്. കാണിച്ച ചേട്ടാ ചേട്ടാ വൃത്തികേട്. അപ്പച്ചി, ഭാഗ്യത്തിന് ഫിഷ് ഫ്രൈ ഉണ്ടില്ല. അത് ചുട്ടുകൊന്ന മത്സ്യമുണ്ടോ? ചുട്ടുകൊന്ന മത്സ്യം ഇനിയുണ്ടോ? മനസ്സിലായില്ലല്ലേ? പറഞ്ഞു കൊടുത്തല്ലോ, അങ്ങേർക്ക് മനസ്സിലായി. മത്സ്യ മാംസാദിന സ്പർശ. ചുട്ട മത്സ്യാദി കളഞ്ഞ. മനസ്സിലായില്ലേ? ഇല്ല, എനിക്ക് മനസ്സിലായി. ആ ചുട്ടുകൊന്ന മീനെ ഞാൻ കളയും. അയ്യോ അപ്പച്ചി, നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്ന പിങ്കി അത് പറയണ്ട. ഫിഷ് ഫ്രൈ. അപ്പച്ചി, അങ്കിളെ, എന്തൊക്കെയായിരുന്നു യൂട്യൂബിൽ നോക്കി മീൻകറി ഉണ്ടാക്കുന്നു, ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നു. ഇപ്പൊ എന്തായി? എല്ലാം ഹുദാഗവ. ഇവന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവ ഇങ്ങനെയൊന്നും കാണിക്കൂല. എന്തോന്നാണെങ്കിലും മനുഷ്യൻ കഴിക്കാൻ ഉണ്ടാക്കി വെച്ചേക്കണ എടുത്ത് കളയാമോ? എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയാമോ മീൻകറിക്ക്? അല്ലേ? നീ ഒറ്റൊരുത്തിയാണ് ആ ഫിഷ് ഫ്രൈ എടുത്ത് കളയാനുള്ള കാരണം. അത് ഞാൻ ഇത് കളഞ്ഞില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. കളഞ്ഞില്ലല്ലോ എന്നല്ല, ഇനി ഫിഷ് ഫ്രൈ കൂടി ഇരിക്കണം, അതും കൂടെ എടുത്ത് കളയുവോ എന്ന് പറഞ്ഞ് ഉണക്ക പറയണോ എടുത്തോണ്ടേ കളഞ്ഞത്. ഞാൻ അറിഞ്ഞോ? എന്താണ് സംഭവിച്ചത്? പിന്നെ ചേട്ടൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് നമ്മൾ ആശുപത്രി കൊണ്ടേ കാണിക്കണം, എന്നാലേ വട്ട് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഓടി ചെന്നോട്, ഇപ്പൊ വരും ആശുപത്രി. എടി, തന്ത്രപരമായിട്ട് വിളിക്കണം. എന്തോന്ന് തന്ത്രപരം? ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു രോഗിയെ ജപിച്ച് ചികിത്സിച്ച് ഗുണപ്പെടുത്തണം എന്നുണ്ടെങ്കിലും പറഞ്ഞ് സ്വാമി ഒന്ന് വരുമോ എന്ന് വിളിച്ചാൽ വരും. സത്യം. അത് കൊള്ളാം കേട്ടോ. അല്ലേ? അത് പൊളി ഐഡിയ. അങ്ങനെ വിളിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞോ? അങ്ങനെ വിളിച്ചോണ്ട് പോവാ. കുറച്ചു നേരത്തേക്ക് നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം, സ്വാമിയായിട്ട് നമ്മൾ അങ്ങ് കാണണം. അപ്പൊ ശരിയാവും. അതൊക്കെ ഞാൻ ഏറ്റു. അഭിനയിക്കാൻ ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതെനിക്കറിയാം. നീ ഓവറാക്കായിരുന്നു. ഛന്ദാംസി യസ്യ പർണ്ണാനി യസം യസ് വേദവത്. ചിന്നു നണിക്ക് എല്ലാവരും നണിക്കൂ. അച്ഛനും വരൂ. നീ കുളിച്ചാണോ? ഞാൻ
കുളിച്ചില്ല. ചിരട്ട പോണം. എനിക്ക് കറുത്ത ചിരട്ട തരൂ. അങ്കിൾ ഗിഫ്റ്റ് റാപ്പോ? അങ്കിൾ ഇനി മിണ്ടാവും. ആ എന്തോ നിന്നി പറ. എന്തോന്നു നെഗറ്റിവിറ്റി മാറി നിൽക്കാൻ, നെഗറ്റിവിറ്റി വിട്ട് നിൽക്കാനായിട്ട്. അപ്പൊ ഇവരിത് കെട്ടണ എന്തിന്? ഇവരിത് കെട്ടണ എന്തിന്? അത് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീ ഇങ്ങോട്ട് മാറിയില്ലേ? ശുദ്ധിയായിട്ട് എന്നിട്ട് തൊട്ടാ മതി. എന്ത് പറയാ? എല്ലാം മനസ്സിലായില്ലേ? കുളിച്ചിട്ട് മാത്രം തൊട്ടാ മതി കേട്ടോ. അതൊന്ന് കളാ. കുളിച്ചിട്ട് തൊട്ടാ മതി. സ്വാമി എന്തടി? ശരിക്കും ഇപ്പൊ ഇതിന്റെ ആവശ്യം എന്താണ്? ശരിക്കും ഇപ്പൊ ഇതിന്റെ ആവശ്യം ദുഷ്ടശക്തികളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട്. എന്നിട്ട് ഇങ്ങനെ ഓടി പോണ ദുഷ്ടശക്തിന്ന് മാറിയെന്ന ആരെന്റെ അടുത്ത് നിന്നാ കൊള്ളാടി. എന്നെ അപ്പൊ ദുഷ്ടശക്തി എന്നല്ലേ? അയ്യോ അങ്ങനല്ല. മനസ്സിലായി. മാറി മാമ. തരടി ഇതൊക്കെ അടുത്തത്. മക്കളെ നിനക്ക് എന്താണ് പ്രശ്നം? എനിക്കൊന്നും പ്രശ്നം അല്ല, നീ മുറിക്കകത്ത് കയറിയിരുന്ന് പൂജയും അതും ഇതുമായിട്ടൊക്കെ നടക്കുന്നത് എന്താണ് ഉദ്ദേശം? പറ. അച്ഛാ, ഈ പൂജയും ദൈവകാര്യങ്ങളും ചെയ്യുന്നത് പ്രശ്നമാണ് അച്ഛാ. ആ ചിന്താഗതിയാണ് അച്ഛാ ആദ്യം മാറ്റേണ്ടത്. എന്തിങ്ങനെ? ഇല്ല നോക്ക്, നീ ചെറു പ്രായമില്ലേ, നിനക്ക് വലിയ വയസ്സൊന്നും ആയില്ലല്ലേ. ഈ ഭക്തി മാർക്കറ്റിൽ പോണത് കൂടുതലും വയസ്സന്മാരാ, അല്ല ചെറുപ്പക്കാരല്ല. അതാണ് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുന്നത്, എന്താണ് നിന്റെ ഉദ്ദേശം? എനിക്ക് കാര്യം പിടികിട്ടി. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒന്ന് രണ്ട് കാര്യം പറയട്ടെ. അച്ഛൻ ഉദ്ദേശിക്കുന്ന ഭക്തി എന്താണെന്നറിയാം? ഈ പാർട്ട് ടൈം ആയിട്ടുള്ള ഭക്തിയാണ്. നമുക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയോ നമുക്ക് ലക്ഷ ടൈം ഹോബിയായിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നത്, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ജീവശ്വാസം പോലെ ആക്കണം ഭക്തി, എന്നും നമ്മുടെ ഉള്ളിലുണ്ടാവണം. മനസ്സിലായില്ലേ? എന്നും എന്താണ്, നിനക്ക് അമ്പലത്തിൽ പോയാ പോരെ? അമ്പലത്തിൽ പോയാൽ മതി. അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ. അല്ലാതെ ഈ മുറിയും അടച്ചിട്ട് ഇങ്ങനെ പൂജയും ഇതുമായിട്ടൊക്കെ നടന്ന ആൾക്കാർ കേട്ട എന്തൊരു പറഞ്ഞില്ല. മക്കളൊരു കാര്യം ചെയ്യും, ഇതെല്ലാം കളഞ്ഞിട്ട് പണ്ട് നീ എങ്ങനെ നടന്നു, കൂട്ടുകാരുമായിട്ടൊക്കെ ഭയങ്കര കമ്പനിയായിട്ടൊക്കെ നടന്നിട്ട് അവരെ കൂടെ കമ്പനിയാർ ചേർന്ന് നടമക്കളെ, അതല്ലേ നല്ലത്. അച്ഛാ ശാന്തി ശാന്തി. അച്ഛാ ഈ ആവശ്യമില്ല ശാന്തി. അങ്ങനെയൊന്നും നമ്മളെ ഒരു അച്ഛൻ മോൻ്റെ അടുത്ത് പറയണ്ടാണ് അച്ഛാ, കൂട്ടുകാരൻ കൂടെ കറങ്ങി കിടക്കാനൊക്കെ. അതുപോലെ നാട്ടുകാർ കേട്ടാ എന്ത് പറയും? അത് നല്ലൊരു സിദ്ധനായെന്ന് പറയും, അല്ല എന്തെന്ന് പറയാം? അതച്ഛന് നാണക്കേടാണ്. അഭിമാനിക്കില്ലേ വേണ്ടത് അച്ഛൻ? അതുപോലെ നീ വീട്ടിൽ കയറി നിങ്ങളുടെ മീൻ വയ്ക്കാൻ പാടില്ല, ഇറച്ചി വയ്ക്കാൻ പാടില്ല, ഇവിടെ മൊത്തം സബ്സി ബുക്ക് ആക്കണം എന്നൊക്കെ പറഞ്ഞ ഒന്ന് ആലോചിച്ച് മക്കളെ, വലിയ ബുദ്ധിമുട്ടല്ലേ മക്കളെ? ഞാൻ ഈ പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്യണത് എന്റെ മാത്രം നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് അച്ഛൻ വിശ്വസിക്കുന്നത്. നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഒരു നല്ല കാര്യം വരാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് ആഹാരം പോലും ക്രമീകരിക്കാൻ വയ്യെങ്കിൽ, എന്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ, അത് എന്തോ അത് മനസ്സിന്റെ ഇതാണ്. എനിക്ക് ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല അച്ഛാ. ഞാൻ പോകണം, എനിക്ക് സമയമായി. നീ എവിടെ പോണത്? എനിക്ക് ഒന്നാം സമയമില്ല അച്ഛാ. ഞാൻ പറഞ്ഞാൽ അച്ഛനെ ഇഷ്ടപ്പെടില്ല. അത് എന്തിനു മക്കളെ, നീ എവിടെ പോണെന്ന് പറ. എനിക്കൊരു മെഡിറ്റേഷന് സമയമായി, ഞാൻ അത് കയറാൻ പോകും. അച്ഛൻ വരുന്നുണ്ടോ? ഫ്രീ ആണെങ്കിൽ വരൂ, പ്രാർത്ഥനയ്ക്ക് ജോയിൻ ചെയ്യൂ. ഞാൻ പറഞ്ഞില്ല. ഇവിടെ നന്നാക്കാൻ എന്തൊരു വഴി. സ്വാമി, പലരും മലരും പൊരിയും കിട്ടിയിട്ടുണ്ട്. അത് പഴോട്ട് കുഴയ്ക്കുമ്പോൾ കൽക്കണ്ട ഇടണോ ശർക്കര ഇടണോ? അല്ല, ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം ബഹുമാനം. അത് നല്ലത്. അല്ല, ഉത്തരം പറഞ്ഞില്ല. കൽക്കണ്ട വേണ്ട, ശർക്കര മതി.
കേട്ടുവല്ലോ. പിന്നെ സ്വാമി, പിന്നെ സ്വാമിയോ? അതല്ല സ്വാമി, പൂജയ്ക്കുള്ള മുല്ലപ്പൂ കിട്ടിയിട്ടില്ല. ചെമ്പരത്തി പൂട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ചെമ്പരത്തി പൂട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ തലയെ തേച്ച് കൊടുത്താൽ മതി. താളിയായിട്ട് ഉപയോഗിക്കും. ശരി സ്വാമി. പൂജയുടെ കാര്യം പറയുമ്പോഴേ മുല്ലപ്പൂ തന്നെ വേണം. ഓ, ഒപ്പിക്കാം സ്വാമി. ഒപ്പിക്കണ്ട, വാങ്ങിച്ചാൽ മതി. ശരി സ്വാമി. സ്വാമി, അവസാനമായിട്ട് അവിടത്തേക്ക് ഒരു കാര്യം അറിയിക്കാനുണ്ട്. ഇതുകൊണ്ട് എവിടെയെങ്കിലും പുറപ്പെട്ടു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, ഇതും പറഞ്ഞിട്ട് പോവാമായിരുന്നു. സ്വാമി, നമ്മൾ കുറച്ചു നേരമായിട്ട് ഈ പച്ചക്കറി ഇങ്ങനെ ഭക്ഷിച്ച് മടുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യുന്നത് കൊണ്ട് സ്വാമിക്ക് എന്തെങ്കിലും വിരോധം? എനിക്കൊരു വിരോധമില്ല. ഇത് അല്ല, വിരോധം സ്വാമി. ചിക്കൻ ബിരിയാണിയാ? സ്വാമി, സ്വാമിക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ എങ്ങനെയെങ്കിലും അത് കഴിച്ചോളാം. ഏതെങ്കിലും മൂലയെ കൊണ്ടുവച്ച് കഴിച്ചോ, എന്റെ ദൃഷ്ടി അതിൽ പെടരുത്. അത് ഞാൻ നോക്കിക്കോളാം. ഓക്കെ. അതന്നെ, സ്വാമി താഴ്പോട്ട് വരാതിരുന്നാ മതി. താഴ്പോട്ടി അങ്ങനല്ലേ പറയുന്നത്? ചിന്നു എന്ത് തിന്നു? താഴ്പോട്ട. സ്വാമി താഴോട്ട് വരാതിരുന്നാ മതി അല്ലേ പിങ്കി? അങ്ങനെയല്ലേ വേണ്ടത്? അമ്മായി, അങ്ങനെ ഇനിയാ വേണ്ടത്. ശരി സ്വാമി. ശരി. ഹലോ. ആ പോയിട്ട് എടാ പോടാ കിടന്ന്. 6 മാസോ? അപ്പൊ ഞാൻ ആ പോറ്റിന്റെ വാക്ക് കേട്ടോ വ്രതം എടുത്തോണ്ടിരിക്കണത്. 6 മാസം വ്രതം എടുക്കാനാ? ഇടയ്ക്ക് എനിക്കൊന്നും വയ്യ, പോടാ എണീച്ച്. എന്നിട്ട് നിന്റെ വാക്ക് കേട്ട് എന്നെ പറഞ്ഞ അപ്പൊ ലോണൊന്നും കിട്ടൂലേ? 6 മാസം അങ്ങനെ കിട്ടുമെന്നൊരു ഉറപ്പ്? നീ എന്ന് വെച്ചിട്ട് പോളെ. വെറുതെ മനുഷ്യനെ മേഖലത്തെ സ്വാമി, അയ്യ സ്വാമി, മന്ദിര സ്വാമി. അയ്യോ സ്വാമി, അപ്പച്ചി ദൃഷ്ടിപ്പെട്ട അപ്പച്ചി. എന്തോ ചേട്ടാ കാണിക്കണേ? ഒന്നുമല്ലേ, ഒരു 5 മിനിറ്റ് സമയം എന്താ? എന്തോ തിന്നു തീർക്കാനാ? എന്റെ ദൈവമേ, കൊള്ളാം കേട്ടാ. മലരും പൊരിയും പഴവും കൽക്കണ്ടൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചോണ്ടിരിക്കുന്നു. പിന്നെ മലരും പൊരിയും എന്തോ ചേട്ടാ ഇത്? നിനക്ക് എന്ത് പറ്റിയത്? മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയച്ചാ ആണ് പറ്റിയത്. കയ്യിൽ നിന്ന് പോയാ? പോയല്ലേ? ഞങ്ങൾ കഴിക്കാനുള്ള ആഹാരം എടുത്ത് തെങ്ങിന്റെ മൂട്ടി എടുത്ത് കളഞ്ഞിട്ട് ചിരിക്കണോ? ഇത് ഞങ്ങളുടെ ചിക്കൻ ബിരിയാണിയാണ്. ഓ, ബിരിയാണി ഒക്കെ നിങ്ങളെ തന്നെ. എന്തോ ചേട്ടാ, നമ്മള് പട്ടിണി കിടക്കുകയാണ് കേട്ടാ. കാര്യം പറയണ. കാര്യം പറയാച്ചാ, ഞാൻ നമ്മളെ മഹേഷും കൂടെ ഒരു ബിസിനസ് തുടങ്ങാന്ന് വിചാരിച്ചു. എന്നിട്ട് അവൻ ലോൺ എടുത്തു. എന്നിട്ട് ഇപ്പം മാനേജറിനെ കണ്ടപ്പോഴേ. ആരെ കണ്ടപ്പോ? മാനേജറിനെ കണ്ടപ്പോ കഴിക്കാൻ സമ്മതിക്കൂലല്ലോ. മാനേജർ കണ്ടപ്പോ കഴിക്കാൻ സമ്മതിക്കൂലേ? എന്തൊരു പറയണത്? മാനേജറിനെ കണ്ടപ്പോ അയാൾ മാറിപ്പോയത്. ഇനി 6 മാസം കഴിഞ്ഞ് അയാൾ വരുവോളും. അതിനാ ചേട്ടാ സ്വാമിയെ പോലെ ഇരുന്നത്? അതല്ല, ലോൺ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് അവന്റെ ഒരു ഗുരുജി നമ്മളെ കണ്ടിരുന്നു.
പുള്ളി പറഞ്ഞു ലോൺ കിട്ടണവരെ കുറച്ച് ഭക്തിയും നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല, ഭക്തി സാന്ദ്രമായിരിക്കണം ജീവിതം. എന്തായാലും ലോൺ കിട്ടൂല അച്ഛാ, ഇനി എനിക്ക് വയ്യ. ലോൺ കിട്ടൂല. എങ്ങനെ ഇരിക്കണം? ബീഫില്ലേ? എന്നിട്ട് നിങ്ങളുടെ ഫാൻസി ഡ്രസ് ഇത്ര നേരം നമ്മൾ കാണുകയും ചെയ്ത്, നിങ്ങൾ ചിക്കൻ ബിരിയാണി അടിക്കുകയും ചെയ്ത്, നമ്മളിവിടെ പട്ടിണി. ദശകരണമല്ലേ ചിന്നു? ടേസ്റ്റ് ഉണ്ടോ? ചിക്കൻ്റെ മസാല കൊള്ളുക. കൊള്ളൂല്ലേ? അരി ജീരകശാല ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. അയ്യോ, കഴിക്ക്. 1.5 ബിരിയാണിയെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാം. ആ, എൻ്റെ ബിരിയാണി ഞാൻ എടുത്ത് ഞാൻ വർഷാപ്പിൽ ചെന്നിരുന്ന് കഴിച്ചോളാം. ഭയങ്കര വയറുദോഷം, താങ്ങാൻ പറ്റില്ല മക്കളെ. ഞാൻ അവിടെ പോയിരുന്ന് കഴിച്ചോളാം കേട്ടാ. കൊള്ളാം. സന്തോഷമായിട്ടല്ലേ മാമ? ഓ, ഇത് എവിടെ നടി ചിന്നു ഓർഡർ ചെയ്താ? എന്തിനാണോ അമ്പോ? നീ അവിടെ നിന്ന് ഓർഡർ ചെയ്യില്ല കേട്ടോ. അമ്മ അരി പപ്പടം വെച്ചിട്ടില്ല.